രാഹുൽ, പത്തനാപുരത്ത് എന്തൊക്കെയോ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നു. പക്ഷെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റു പല മാധ്യമങ്ങളോ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു പൊട്ടിത്തെറികൾ പത്തനാപുരത്ത് നടക്കുന്നുണ്ടല്ലേ? അതെ, പത്തനാപുരത്ത് നടക്കുന്നുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞ മറ്റൊരാളുണ്ട്. എന്തൊക്കെയോ പൊട്ടിത്തെറികൾ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവസാനത്തിൽ പോസ്റ്റ് എടുത്ത് വെച്ച് നോക്കിയാൽ അത് ഗണേഷ് കുമാറിന്റെ ഒരു പ്രസംഗമാണ്. ഒരു ചരിത്ര പ്രസംഗം എന്ന് വേണമെങ്കിൽ അതിനടിയിൽ കമന്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു പ്രസംഗമാണ് ഗണേഷ് കുമാറിന്റെ പ്രസംഗം. രാഹുൽ മാങ്കൂട്ടത്തെ പറ്റി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് രാഹുലിനെ എന്തുകൊണ്ട് രാഹുൽ ഇപ്പോഴും നിയമസഭയിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് കോൺഗ്രസ് രാജി ചോദിക്കുന്നില്ല, എന്തൊക്കെയോ അതിനകത്തുണ്ട്, രാഹുൽ എന്തെങ്കിലും തുറന്നു പറയും, അതുകൊണ്ടാണ് കോൺഗ്രസ് രാജി ചോദിക്കാത്തത് എന്നുള്ള രീതിയിൽ. അപ്പൊ അത് തന്നെ തിരിച്ചു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ കയ്യിൽ രാജി വാങ്ങിക്കാത്തത് എന്നുള്ള രീതിയിൽ. അത്തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചിട്ടുള്ളത്. എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്കൊന്നും അവിടുത്തെ KSUവിന്റെ ഒരു നേതാവുണ്ട്, MJ യദുകൃഷ്ണൻ, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റിനകത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഗണേഷ് കുമാറിന്റെ ഭാര്യ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഗണേഷ് കുമാറിന്റെ അവിഹിതം കൈയോടെ പൊക്കുന്നു. അതിനുശേഷം അവർ ഫോണിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഗണേഷ് കുമാറും അദ്ദേഹത്തിന്റെ കാമുകി, അതാരാണെന്ന് അറിയത്തില്ല, കുറെ വിവാദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഫോണിൽ ക്യാമറ പകർത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിൽ സമരം നടത്തുന്ന ഒരു സാഹചര്യം, പോലീസിനെ വിളിക്കുന്നു. ഇപ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം ഓടിക്കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എന്താണെങ്കിലും പോലീസ് വന്നു, നാട്ടുകാരെ എല്ലാം പറഞ്ഞു വിട്ടു. ഇവർ കൊടുത്ത പരാതി, മർദ്ദിച്ച സംഭവം പേഴ്സണൽ സ്റ്റാഫ് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഫോണിൽ ഗണേഷ് കുമാറും അവർ തമ്മിൽ ചെയ്യുന്ന ദൃശ്യങ്ങൾ പകർത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ ഫോൺ ചോദിച്ചുകൊണ്ട് പേഴ്സണൽ സ്റ്റാഫിനെ കൊണ്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മന്ത്രിയും മർദ്ദിച്ചു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ. ഒരു മന്ത്രിയും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റുമുള്ള ആൾക്കാരും ചേർന്ന് ഒരു യുവതിയെ മർദ്ദിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു FIR വീണിട്ടുണ്ടാവുമല്ലോ. അല്ല, FIR ഒന്നും വീണിട്ടില്ല. ഈ വാർത്ത ഇപ്പോഴും ഇവിടുത്തെ മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. പത്തനാപുരത്തെ ആണെങ്കിലും വാളകത്തെ കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ് ഇപ്പോൾ കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ് ഇടുന്നത്. പിന്നെ ഓൺലൈൻ വാർത്താ ചാനലുകൾ, ഇവരാണ് കൂടുതലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഔദ്യോഗികമായിട്ട് ഇത് അങ്ങനെയാണെങ്കിൽ അതിന്റെ ദൃശ്യങ്ങളോ എന്തെങ്കിലും ബൈറ്റുകളോ ഔദ്യോഗികമായിട്ട് വരണം എങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇപ്പോഴും അവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ചെയ്യാത്തത് എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗണേഷ് കുമാർ ഇതിനു മുമ്പ് പണ്ടൊരു ഫോട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഗണേഷ് കുമാറിന്റെ മുഖത്ത് മർദ്ദിക്കുന്നത്, അതായത് യാമിനി തങ്കച്ചിയുടെ ഗുണ്ടകൾ വന്ന് മർദ്ദിച്ചതാണ് എന്ന് പറയുന്നതുണ്ട്. അതിന്റെ പല വെർഷനുകൾ പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും അന്ന് ഗണേഷ് കുമാറിനെതിരെ ഒരുപാട് വാർത്ത കൊടുത്തുള്ള ചാനലുകാരാണ്. ഇന്ന് മന്ത്രി ആയതുകൊണ്ടാണോ അതോ എന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയത്തില്ല. മാധ്യമങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതെല്ലാം അവരുടെ പേഴ്സണൽ മാറ്റേഴ്സ് കഥകളാണ്. അതെ, ഇതൊക്കെ പേഴ്സണൽ മാറ്റേഴ്സ് തന്നെയാണ്. പക്ഷെ അതൊരു ക്രൈമിലേക്ക് പോകുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളടക്കം അത് ചർച്ച ചെയ്യണം. ഒരാളെ മർദ്ദിക്കുന്ന ആ സംഭവത്തിലേക്ക് പോകുക, അതുപോലെ തന്നെ FIR ഇടാത്ത സാഹചര്യത്തിലേക്ക് പോകുക. പരാതിയുമായിട്ട് ആരെങ്കിലും പോകണം. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഇത്തരത്തിൽ തിരിച്ചൊരു പോസ്റ്റ് ഇട്ടു എന്ന് പറയുന്നുണ്ടല്ലോ. ഇപ്പോ ഗണേഷ് കുമാർ ആയിക്കോട്ടെ, വേറെ ഏതൊരാളും ആയിക്കോട്ടെ, ഒന്നുകിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു ക്ലീൻ ചീറ്റോടെ മുന്നോട്ട് പോകുന്ന ഒരാളായിരിക്കണം. അതുമല്ലെങ്കിൽ വെറുതെ തിരിച്ച് ഡയലോഗ് അടിക്കാൻ പോകാതിരിക്കുക. അപ്പൊ സ്വന്തം ഭാഗത്ത് പിഴവുകൾ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരാളെ വിമർശിക്കാൻ, അതും രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്ന ഒരാളെ വിമർശിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായും ഒരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത്. ഒരു കാലിൽ മന്ദുള്ളവൻ രണ്ട് കാലിലുള്ളവനെ കളിയാക്കുന്ന രീതിയിലാണ് ഗണേഷ് കുമാറിന്റെ പലപ്പോഴുമുള്ള പോസ്റ്റുകളാണെങ്കിലും അദ്ദേഹത്തിന്റെ സംസാര ശൈലിയാണെങ്കിലും. അതെ, ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചടിക്കാൻ ഒരു ഗോൾ പോസ്റ്റ് കൊടുത്തത് ഗണേഷ് കുമാർ തന്നെയാണ്. അത് ആദ്യമേ ശ്രദ്ധിക്കണമായിരുന്നു. മിണ്ടാതിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലായിരുന്നു. അല്ല, ഇപ്പോ അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ KSUവിന്റെ നേതാവ് വെല്ലുവിളിച്ചിരിക്കുകയാണ്, ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എനിക്കെതിരെ കേസ് കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളൊക്കെ വിളിച്ചു ചോദിച്ചതിനൊക്കെ ഗണേഷ് കുമാർ ഫോൺ എടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും പുതിയ ഏതെങ്കിലും ബസിന്റെ കരാറുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചർച്ചയിലായിരിക്കും, അതുകൊണ്ടായിരിക്കും തിരക്കിലായിരിക്കും. അതെ, തീർച്ചയായിട്ടും. ഇന്നലെയൊക്കെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ, NSS എന്റെ അച്ഛനുണ്ടാക്കിയ വകയാണ്, അതുകൊണ്ട് NSS ആരും എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട, കാരണം NSSന്റെ ഒരു ഭാഗം ഇദ്ദേഹം മാറണം, മറ്റൊരാൾ വരണം എന്നുള്ള രീതിയിലുണ്ട്. അവിടുത്തെ പത്മ കഫയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ NSSന്റെ സെക്രട്ടറിയെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഗണേഷ് കുമാറിന്റെ ഒരു ധാർഷ്ട്യമാണ് എന്നുള്ള രീതിയിലുള്ള സംസാരം ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും
വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് പത്തനാപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പത്തനാപുരത്ത് ഗണേഷ് കുമാറിന്റെ പോസ്റ്ററുകളും ചുമരെഴുത്തും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കഥ പുറത്തു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വെച്ചിട്ടുള്ള സീറ്റ് കിട്ടാതെ പോകുമോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. കാരണം നമുക്കറിയാം സ്ത്രീപക്ഷ സർക്കാരാണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ആണെങ്കിൽ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവിനാണ് ഇത്തരത്തിൽ, കോൺഗ്രസിനോ BJPക്കോ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത ദിവസം VD സതീഷിനോട് ചോദ്യം ചോദിച്ചേനെ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ സ്ത്രീ പീഡകനെ പുറത്താക്കുന്നില്ല എന്ന ചോദ്യം ഉന്നയിച്ചേനെ. ഇതിപ്പോ സ്ത്രീപക്ഷപരമായിട്ടുള്ള പിണറായി സഖാവിന്റെ ചെവിയിൽ എന്തായാലും ഈ വാർത്ത എത്തി കാണും. കാരണം ഇവിടുത്തെ രാഹുൽ മാങ്കൂട്ടം വരെ ഇത്തരത്തിൽ പോസ്റ്റ് ഇടുമ്പോ എന്താണെങ്കിലും ഇവിടുത്തെ DYFIക്കാരാണെങ്കിലും CPM-കാരാണെങ്കിലും അന്വേഷിക്കും എന്താണ് ഗണേഷ് കുമാറിനെ സംഭവിച്ചത്. അറിഞ്ഞിട്ടുണ്ടാകില്ല. ഒന്ന് ആലോചിച്ചു. അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് ഇവിടുത്തെ ആഭ്യന്തരം ഭരിക്കുന്നത്? വാഴയൊന്നും അല്ലല്ലോ, സഖാവ് പിണറായി വിജയൻ തന്നെയല്ലേ. അപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ഇത് അറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം അറിഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ എന്താണെങ്കിലും അടുത്ത ദിവസങ്ങളിൽ ഗണേഷ് കുമാറിനെതിരെ ഒരു ആക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ത്രീപക്ഷ സർക്കാർ. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യമാണ്. അദ്ദേഹത്തിന്റെ സ്നേഹിക്കുന്ന ഭാര്യ പരാതി കൊടുത്തു എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. ഭാര്യ അപ്പം തന്നെ പോലീസിന്റെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് പരാതി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോലീസ് വന്ന് നേരിട്ട് കണ്ടതാണ്. എന്നിട്ടും പോലീസ് പരാതി എടുക്കുന്നില്ലെങ്കിൽ, ഇവിടെ എത്രയോ കേസുകൾ പോലീസ് നേരിട്ട് പരാതി എടുക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തന്നെ പരാതി ഉണ്ടോ എന്ന് പറഞ്ഞ് ഇവിടെ അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. പക്ഷെ പരാതിക്കാരിക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിക്കാനുള്ള അവസരവും ഇവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആരാണെങ്കിലും എന്ത് പരാതി ഉണ്ടെങ്കിലും എന്റെ അടുത്തേക്ക് വന്നോളൂ, ഞാൻ പരിഹാരം കണ്ടെത്തി തരാമെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഉണ്ട്. ഇനി ഗണേഷ് കുമാറിന്റെ ഭാര്യ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് അടുത്ത ദിവസങ്ങൾ എന്തായാലും കാണാം. എന്തായാലും ഇലക്ഷൻ വരുന്ന ഒരു സാഹചര്യമാണ് ഇത്. അതൊരു ചോദ്യമാണ്. ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും ഇവരുടെ സമുന്നതരായ നേതാക്കൾ, അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇപ്പോൾ ഗണേഷ് കുമാറിനെ എടുത്തു നോക്കുകയാണെങ്കിൽ വികസനങ്ങളുടെ രാജാവെന്നാണല്ലോ അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്നത്. KSRTC നവോത്ഥാനത്തിലേക്ക് എത്തിച്ച നല്ലൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ എന്ന് എല്ലാവരും പറയുന്നത്. അപ്പോൾ അത്തരം നല്ലൊരു മന്ത്രിയെ താഴെ ഇറക്കാൻ വേണ്ടി ചീഞ്ഞ രാഷ്ട്രീയം കളിക്കുകയാണോ എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാർ? അങ്ങനെയല്ലേ? എതിർ രാഷ്ട്രീയക്കാരൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. ഇത് പത്തനാപുരത്ത് നടന്ന വിഷയമല്ല. ഇത് വാളകത്ത് കീഴൂട്ട് തറവാട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കുത്തിയിരുന്ന സമരം ചെയ്യുന്നത് അവിടുത്തെ നാട്ടുകാരെ ബാക്കിയുള്ള ആളുകളെല്ലാം കണ്ടതാണ്. ഭാര്യ ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയിട്ടുണ്ട്. ഭാര്യക്ക് ഇനി ഇലക്ഷനിൽ മത്സരിക്കാനുള്ള വല്ല അടവുമായിരിക്കുമോ ഇത്? അല്ല, ഭാര്യ എന്തായാലും ഡൈവോഴ്സിന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല, ഇങ്ങനെയുള്ള ക്യാപ്സ്യൂളുകൾ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ഗണേഷ് കുമാർ തന്നെ ചിലപ്പോൾ വന്ന് പറയും, എന്റെ ഭാര്യയ്ക്ക് ഇലക്ഷനിൽ മത്സരിക്കണം എന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് എന്നെ കരുവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളെല്ലാം നിർമ്മിതമാണ്. യുടെ കാലഘട്ടമാണല്ലോ. ഗണേഷ് കുമാറിന്റെ ഈ ചിത്രങ്ങളൊക്കെ നിർമ്മിതമാണ് എന്ന് വേണമെങ്കിൽ പറഞ്ഞ അദ്ദേഹത്തിന് തലയൂരാം. അതെ, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ദുബായിലായിരുന്നു. കുറച്ച് മാർക്കോ പോളോ ബസ്സുകൾ ഇറക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ എന്നൊക്കെ പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. തെളിയിക്കാൻ കഴിയില്ല. തെളിയിക്കാൻ കഴിയുന്നല്ല, സാധാരണക്കാർക്ക് പത്തനാപുരം കേന്ദ്രീകരിച്ചും കൊട്ടാരക്കര കേന്ദ്രീകരിച്ചുള്ള മുഴുവൻ കോൺഗ്രസ്സുകാരും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നുണ്ട്. എനിക്കൊന്ന് CPM-കാരും കൊടുക്കുന്നുണ്ട്. മന്ത്രി ഇത്രയും നാളിൽ ഈ യദു കൃഷ്ണൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെയുള്ള കമന്റ്സിൽ ഫുള്ള് ഈ പറഞ്ഞ കൊട്ടാരക്കരക്കാരെല്ലാരും ഉണ്ട്. കമന്റ്സ് ഒക്കെ വായിക്കണം. അവിടെ ഉള്ളതല്ലേ, ഇവിടെ ഉള്ളതല്ലേ, എന്താണ് സംഭവം? എനിക്ക് തോന്നുന്നു ഈ യൂണിവേഴ്സിറ്റി പുറത്തുള്ള പലർക്കും ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാഹുല് കൊട്ടാരക്കര ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്താണ് എന്നുള്ള കാര്യത്തിൽ ചിലരൊക്കെ പദപ്രയോഗം തന്നെ. ഇപ്പൊ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള രോഹിത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊന്നും മനസ്സിലാവത്തില്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ആ ഡയലോഗ് വായിച്ചു തരാം. രോഹിതേട്ടന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: അണ്ണന്റെ കിളിക്ക് ഇച്ചേയി ഇട്ട പേരാണ് ഫയർ എഞ്ചിൻ. വീഡിയോ ഒക്കെ പുറത്തു വരുന്നുണ്ടെന്നാണ് കേട്ടത്. എന്തോ എന്നാണ് പറയുന്നത്. എനിക്കിതിൽ പലതും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ യൂണിവേഴ്സിന്റെ പുറത്തായതുകൊണ്ടായിരിക്കാം. അണ്ണന്റെ കിളിക്ക് ഇച്ചേയി ഇട്ട പേരാണ് ഫയർ എഞ്ചിൻ. ഇതൊക്കെ എന്താണ്? അത് പുറത്തുനിന്നുള്ള ആളുകൾക്കൊന്നും പെട്ടെന്ന് മനസ്സിലാകത്തില്ല. താഴെ ചില വീഡിയോകളൊക്കെ പുറത്തു പോകുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ മാത്രമാണ് ഇപ്പൊ വീഡിയോ പുറത്തു പോകാനുള്ളത്. ഗണേഷ് കുമാറിന്റെ വീഡിയോ ഭാര്യ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ അതായിരിക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് നിശ്ചയിക്കാം. അതിന്റെ മേലിലോട്ടുള്ളതെല്ലാം വേറെ യൂണിവേഴ്സ്. ഓക്കെ, അതെനിക്ക് തോന്നുന്നു അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ എല്ലാവരും പറയുകയാണെങ്കിൽ ഇതെല്ലാം പുറത്തു വരുമായിരിക്കും. ബാക്കിയുള്ള മലയാളികൾക്കും ആ യൂണിവേഴ്സിലേക്ക് പ്രവേശനം ലഭിക്കട്ടെ. അതെ.